കെനിയയിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്കൊരു കാഴ്ച ദൂരം. 3 വർഷം മുൻപ് തുടങ്ങിയ ചികിത്സയിൽ മകളുടെ കാഴ്ച തിരിച്ചു കിട്ടിയതിന്റെ നന്ദി അറിയിക്കാൻ കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ കൂത്താട്ടുകുളത്തെ ശ്രീധരിയിലെത്തി. റെയ്ലയുടെ മകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയതോടെ കൂത്താട്ടുകുളവും ശ്രീധരിയവും കെനിയക്കാരുടെ പ്രിയപ്പെട്ട ഇടമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും കാഴ്ച നഷ്ടപ്പെട്ട മകൾ റോസ്മേരിയുടെ അവസ്ഥയിൽ ദുഃഖിതനായിരുന്നു കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ. ലോകോത്തര ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും ഫലം കണ്ടില്ല. അങ്ങനെയിരിക്കെയാണ് കൂത്താട്ടുകുളത്തെ ശ്രീധരയത്തിന്റെ പെരുമ കടൽ കടന്ന് കെനിയയിലെത്തിയത്. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ റോസ്മേരി കേരളത്തിലെത്തി. ശ്രീധരീയത്തിൽ 1 മാസത്തെ ചികിത്സ. കെനിയയിലേക്ക് മടങ്ങിയിട്ടും മരുന്നയച്ചു വരുത്തി ചികിത്സ തുടർന്നു. മാറ്റങ്ങൾ കണ്ടതോടെ ശുഭപ്രതീക്ഷയിലായിരുന്നു റെയ്ലയും കുടുംബവും. I can see. I've seen my kitchen, I've seen my bedroom, I've seen my chicken and my children. Now I'm seeing the flowers for the first time. പതിയെ കാഴ്ചയുടെ വസന്തം പൂർണ്ണമായും തിരിച്ചു വന്നു. നന്ദി അറിയിക്കാൻ റെയ്ല കുടുംബത്തോടൊപ്പം നെയ്റോബിയിൽ നിന്ന് കേരളത്തിലേക്ക് പറന്നു. ആയുർവേദത്തിന്റെ പെരുമയിലും നേത്രരോഗ ചികിത്സയിലും ശ്രീധരീയം ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ്. റെയ്ലയ്ക്കൊപ്പം ഇന്ത്യയിലെ കെനിയൻ എംബസി ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറും കൗൺസിലറും ഉണ്ടായിരുന്നു. വാർത്ത പരന്നതോടെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ശ്രീധരീയത്തിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.